വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ക്ലാസ് ഡിസ്കഷൻ എന്ന പാഠത്തിൻ്റെ എക്സർസൈസാണ്. നമുക്ക് ആ എക്സർസൈസ് ഒന്ന് നോക്കാം. ലെറ്റസ് ടോക്ക്. നമുക്ക് സംസാരിക്കാം. വാട്ട് ഈസ് എ ഡിസ്കഷൻ? എന്താണ് ഒരു ചർച്ച എന്ന് പറഞ്ഞാലേ? ടു ഡിസ്കസ് മീൻസ് to talk together or decide something. When you do this, you are taking part in a discussion. To discuss means to talk together. എല്ലാവരും കൂടിയിരുന്ന് ചർച്ച ചെയ്യുക. ചർച്ച എന്നാണ് ഡിസ്കസിൻ്റെ മലയാളത്തിലെ അർത്ഥം. എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുക. എന്തിനാ? ടു ഡിസൈഡ് സംതിങ്. എന്തെങ്കിലും കാര്യത്തിന് തീരുമാനം വേണ്ടേ? അതിന് വേണ്ടിയിട്ട് സംസാരിക്കുക. വെൻ യു ഡു ദിസ്, ഇത് നിങ്ങൾ ചെയ്യുമ്പോഴേ യു ആർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഡിസ്കഷൻ. എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി തീരുമാനിക്കാനായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറയാം. ചർച്ചയാണ് ഡിസ്കഷൻ. മനസ്സിലായില്ലേ? ടു ഡിസ്കസ് മീൻസ് ടു ടോക്ക് ടുഗദർ ഓർ ഡിസൈഡ് സംതിങ്. വെൻ യു ഡു ദിസ്, യു ആർ ടേക്കിംഗ് പാർട്ട് ഇൻ എ ഡിസ്കഷൻ. എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ഡിസ്കഷൻ എന്ന് പറയുന്നത്. കേട്ടോ? റീഡ് ദ സെൻറ്റൻസസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് വായിക്കുക. ദാറ്റ് ടെൽ us what happens in a discussion. ഒരു ചർച്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ താഴെ പറയുന്ന വാക്കുകൾ വായിച്ചാൽ മനസ്സിലാകും. താഴെ പറയുന്ന സെൻറ്റൻസുകൾ വായിച്ചാൽ മനസ്സിലാകും. ഇൻ എ ഡിസ്കഷൻ ഈച്ച് പേഴ്സൺ ഗീവ്സ് ഹിസ് ഐഡിയാസ് വൺ ബൈ വൺ. ഒരു ചർച്ചയിൽ ഒരാൾ തൻ്റെ ആശയങ്ങൾ ഓരോന്നായി പറയും. മനസ്സിലായില്ലേ? ഇൻ എ ഡിസ്കഷൻ, ഒരു ചർച്ചയിൽ ഈച്ച് പേഴ്സൺ, ഓരോ വ്യക്തിയും ഗീവ്സ് ഹിസ് ഐഡിയാസ്, തൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കും. വൺ ബൈ വൺ, ഓരോന്നായി. മനസ്സിലായല്ലോ? ഒരു ചർച്ചയിൽ ഒരാൾ തൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കും ഓരോന്നായിട്ട്. സം ടെൽ വൈ സംതിങ് ഷുഡ് ബി ഡൺ. ചിലർ പറയും എന്തിനാണ് ആ കാര്യം ചെയ്യുന്നതെന്ന്. അതേഴ്സ് മേ ടെൽ ഹൗ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേറെ ചിലരും പറയും. മനസ്സിലായില്ലേ? പാർട്ടിസിപ്പൻ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ദം. പങ്കെടുക്കുന്നവർ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുവേ, എന്നിട്ടോ അതിന് ഉത്തരവും തേടും, ഉത്തരം തരുന്നവരും ഉണ്ടാവും. മനസ്സിലായില്ലേ? പാർട്ടിസിപ്പൻസ് ആർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ദം. ദേ ആസ്ക് ക്വസ്റ്റ്യൻസ്. അവർ ചോദ്യം ചോദിക്കും, ഒരു മറുപടി കൊടുക്കേണ്ട ഒരു മറുപടി കൊടുക്കുകയും ചെയ്യും. മെനി ഐഡിയാസ് ആർ ഗിവൺ. പല ആശയങ്ങളും തരുവേ. എവരിവൺ ഹെൽപ്സ് ടു ഡിസൈഡ് വിച്ച് ഐഡിയാസ് ആർ ദ ബെസ്റ്റ്. എല്ലാവരും സഹായിക്കും. ഏത് ആശയമാണ് നല്ലതെന്നറിയാൻ പങ്കെടുക്കുന്നവർ സഹായിക്കും നമ്മളെ. നോട്ട് ദ പോയിൻറ്റ്സ് യു മൈറ്റ് ഡിസ്കസ് ബിഫോർ പ്ലാനിങ് ടു വിസിറ്റ് എ പാർക്ക്. ഒരു പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഒരു ചർച്ചയാണിത്. അപ്പോൾ എന്താ പറ്റുന്നു? അവർ ഓരോരുത്തരും ഓരോ പോയിൻ്റ് പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കും, അല്ലേ? നോട്ട് ദ പോയിൻറ്റ്സ് യു മൈറ്റ് ഡിസ്കസ് ബിഫോർ പ്ലാനിങ് ടു വിസിറ്റ് എ പാർക്ക്. അപ്പോഴേ എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്? ഒരു പാർക്ക് വിസിറ്റ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും? ഒന്ന്, ചൂസ് എ ഡേ ആൻഡ് ടൈം. പാർക്കിൽ പോകേണ്ട ദിവസവും ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കും. ഇന്ന സമയത്ത് പോകണം, ഇന്ന ദിവസം പോകണം എന്നുള്ളത് അത് നമ്മൾ തിരഞ്ഞെടുക്കും. 2, വാട്ട് തിങ്സ് ടു ബ്രിങ് ടു പ്ലേ. അവിടെ ചെല്ലുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കയ്യിൽ കരുതണം കളിക്കുവാനായിട്ട്. കുട്ടികളല്ലേ പോകുന്നത്, അപ്പോൾ അവരെന്തെല്ലാം കാര്യങ്ങൾ കയ്യിൽ കരുതണമെന്ന് തീരുമാനിക്കും. അസൈൻ ഡ്യൂട്ടീസ്. കൂടെ പോകുന്ന ടീച്ചേഴ്സ് ഡ്യൂട്ടികളൊക്കെ പറയും. കുട്ടികളെ പാർക്കിൽ കൊണ്ടുപോകുന്ന ടീച്ചേഴ്സ് ചെയ്യേണ്ട ജോലികളാണ് അവയൊക്കെ. അത്തരം കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കും. അവർ തീരുമാനിക്കും. കേട്ടോ? അത്തരം കാര്യങ്ങളൊക്കെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കും ടീച്ചേഴ്സിന്. അപ്പോൾ അതുപോലെ തിങ്സ് ടു ഈറ്റ്. എന്തെല്ലാം കാര്യങ്ങൾ കഴിക്കണം, എന്തെല്ലാം കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തെല്ലാം എവിടെയാണ് കഴിക്കേണ്ടത്, ഏത് കോഫി ഷോപ്പിലാണ് കയറേണ്ടത്, ഏത് ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അപ്പോൾ ഇത്തരം പോയിൻറ്റ്സുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കിനി അടുത്തോ നോക്കാം. ഫിൽ ഇൻ ദ ഗ്രിഡ് ഗിവൺ ബിലോ ബൈ അസൈനിങ് ക്വാളിറ്റീസ് ടു ഈച്ച് പേഴ്സൺ. സം ക്ലൂസ് ആർ ഗിവൺ ഹിയർ ടു ഹെൽപ്പ് യു. സംഗീത ലെൻസ് ഹെർ പെൻസിൽ ടു ഹെർ പാർട്ട്ണർ. സംഗീത അവളുടെ പെൻസിൽ പാർട്ട്ണർ കൊടുക്കുന്നു. അപ്പോൾ സംഗീതയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഷീ ഈസ് ജനറസ്. അപ്പോഴേ താഴത്തെ കോളത്തിലെ ആ ഗ്രിഡിൽ തന്നിരിക്കുന്ന സംഗീതയുടെ പേരിൻ്റെ നേരെ ജനറസ് എന്ന് എഴുതാം. കണ്ടില്ലേ? നേരെ ജനറസ് എന്ന് എഴുതേണ്ടതാണ്. അടുത്ത നോക്കിയേ. അടുത്ത, നീരവ് ഈസ് ഓൾസോ കോൾഡ് എ ചാറ്റർ ബോക്സ്. നീരവിനെ ചാറ്റർ ബോക്സ് എന്ന് വിളിക്കാം.
അപ്പോൾ ആ ഗ്രിഡിൽ നോക്കിയാൽ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ബ്രേവ് ഉണ്ട്, നോട്ടി ഉണ്ട്, ക്വയറ്റ്, ടോക്കറ്റീവ്, ജനറസ്, സ്റ്റൂഡിയസ്, അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ നീരവ് എങ്ങനെയുള്ള ആളാണ്? ഹീ ഈസ് ടോക്കറ്റീവ്. അതുകൊണ്ട് നമ്മൾ അവിടെ നീരവിൻ്റെ കാര്യത്തിൽ ടോക്കറ്റീവ് എന്ന് എഴുതണം. നീരവ് ചാറ്റർ ബോക്സ് അല്ലേ. സോ ഹീ ഈസ് ടോക്കറ്റീവ്. അപ്പോൾ ടോക്കറ്റീവ് എന്നുള്ള വാക്ക് അവിടെ എഴുതേണ്ടതാണ്. അടുത്തത്, പ്രണവ് റീസെൻ്റ്ലി സേവ്ഡ് എ ക്യാറ്റ് ഫ്രം ഡ്രോണിങ് ഇൻ ദ ലേക്ക്. തടാകത്തിൽ ചാകാൻ പോകുന്ന ഒരു പൂച്ചയെ രക്ഷിച്ചു. അപ്പം പ്രണവ് എന്തായിരിക്കും? പ്രണവ് ധൈര്യമുള്ളവനാണ്. അപ്പം നോക്കാം പ്രണവിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു. ബ്രേവ് ഉണ്ട്, നോട്ടി ഉണ്ട്, ക്വയറ്റ്, ടോക്കറ്റീവ്, ജനറസ്. അത് ഏതാ വേണ്ടത്? പ്രണവ് ഈസ് ബ്രേവ്. അവൻ ബ്രേവ് ആയതുകൊണ്ടാണ് പൂച്ചയെ തടാകത്തിൽ നിന്ന് രക്ഷിച്ചത്. മനസ്സിലായില്ലേ? അടുത്തത്, മേഘ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് നീരവ്. നീരവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് മേഘ. അപ്പോൾ നീരവ് ടോക്കറ്റീവാണ്. അപ്പോൾ മേഘ ക്വയറ്റാണ്. QUIET, ക്വയറ്റ് എന്നാണ് എഴുതേണ്ടത്. അടുത്ത സെൻറ്റൻസ്, മിഥില ഓൾവേസ് ടീസസ് എവരി വൺ. അതിന് പറ്റിയ വാക്ക് ഏതാ? ടീസ് ചെയ്യുന്ന സ്വഭാവക്കാരെന്താണ്? ബ്രേവ് ആണ്, നോട്ടിയാണ്. ഏതാണ്? നോട്ടിയാണ്. മിഥില ഈസ് നോട്ടി. അവിടെ നോട്ടി എന്നുള്ളതാണ് എഴുതേണ്ടത്. കേട്ടോ? അടുത്തത്, റീതു ഈസ് ഓൾവേസ് സീൻ വിത്ത് എ ബുക്ക് ഇൻ ഹിസ് ഹാൻഡ്. അവൻ എപ്പോഴും വായിക്കും. അപ്പോൾ അവൻ എങ്ങനെയായിരിക്കും? അവൻ സ്റ്റൂഡിയസ് ആയിരിക്കും. സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം ഇൻ സ്റ്റഡിയിങ്. അതാ സ്റ്റൂഡിയസ് എന്ന് പറഞ്ഞാൽ. ലെറ്റ് us റീഡ് ആൻഡ് ഡു. നമുക്കൊന്ന് വായിക്കാം എന്നിട്ട് ചെയ്യാം. ചിൽഡ്രൻ ഹു ഷോ എക്സെപ്ഷണൽ ബ്രേവറി ആർ ഓണേർഡ് വിത്ത് ബ്രേവറി അവാർഡ് ടു റെക്കഗ്നൈസ് ദ പ്രസൻസ് ഓഫ് മൈൻഡ്. അസാധാരണമായ ധൈര്യം ഉള്ള കുട്ടികളെ ബ്രേവറി അവാർഡ് നൽകി അംഗീകരിക്കാറുണ്ട്. അതാണിത്. മനസ്സിലായില്ലേ? അടുത്തത്, in 1957 ഇന്ത്യൻ കൗൺസിൽ ഓഫ് ചൈൽഡ് വെൽഫെയർ സ്റ്റാർട്ടഡ് ദീസ് നാഷണൽ ബ്രേവറി അവാർഡ്. 1957 ഇന്ത്യൻ കൗൺസിൽ ഓഫ് ചൈൽഡ് വെൽഫെയർ ഈ തരത്തിലുള്ള നാഷണൽ ബ്രേവറി അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത്. അടുത്തത്, ബ്രേവ് ചിൽഡ്രൻ ആണ് അവാർഡ് വിത്ത് ക്യാഷ് പ്രൈസസ്. അന്നേരം ധൈര്യമുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന ക്യാഷ് പ്രൈസ് കൊടുക്കും, ഫ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കും. അതുപോലെ ധീരതയ്ക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രധാനമന്ത്രിയുടെ അടുക്കൽ നിന്ന് നൽകും. അത് മാത്രമാണോ? ദ റൈഡ് ഓൺ ആൻ എലിഫൻറ്റ് ഇൻ ദ റിപ്പബ്ലിക് ഡേ പരേഡ്. റിപ്പബ്ലിക് ഡേ പരേഡിന് ആനപ്പുറത്ത് സവാരി ചെയ്യിക്കും. ഇനിയും നമുക്ക് അടുത്ത് നോക്കാം. ഹർഷ ശ്രീവാസ്തവ, എ 12-year-old ബോയ്. 12 വയസ്സുള്ള ഹർഷ ശ്രീവാസ്തവ എന്ന് പറയുന്ന ആൺകുട്ടി, ആൻഡ് ഈസ് 15-year-old സിസ്റ്റർ. അവൻ്റെ 15 വയസ്സുള്ള സഹോദരിയും റെസ്ക്യൂഡ് എ ചൈൽഡ് ഫ്രം ദ അറ്റാക്ക് ഓഫ് റേജിംഗ് ബുൾ. കുത്താൻ വരുന്ന വലിയൊരു കാളിയുടെ മുന്നിൽ നിന്നും ഒരു കൊച്ചുകുട്ടിയെ രക്ഷിച്ചു. അടുത്തത്, യുമ്നൻ ജേദിയോ സിംഗ്, 11-year-old ജംപ്ഡ് ഇൻ ദ ഫ്ലഡഡ് റിവർ. 11 വയസ്സുള്ള യുമ്നൻ ജേദിയോ സിംഗ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഇൻ ദ ഫ്ലഡഡ് റിവർ, വെള്ളം പൊങ്ങി നിറഞ്ഞു കിടക്കുന്ന നദിയിലേക്ക് ചാടി. ആൻഡ് സേവ്ഡ് എ 3-year-old ഫ്രം ഡ്രോണിങ്. 3 വയസ്സുള്ള കുട്ടിയെ രക്ഷിച്ചു അവനെ. ദ ആക്ട് ഓഫ് ബ്രാവറി വാസ് റെക്കഗ്നൈസ്ഡ്. ഇവൻ്റെ അല്ലെങ്കിൽ ജുംനൻ ദയാദിയോ സിംഗ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ആക്ട് ഓഫ് ബ്രാവറി, ധൈര്യത്തോടുള്ള പ്രവൃത്തി അംഗീകരിക്കപ്പെട്ടു. ബിക്കോസ് ഹി സേവ്ഡ് ദ ലൈഫ് ഓഫ് അൻ ഇൻഫാൻറ്റ്. കാരണം അവനൊരു നവജാത ശിശുവിൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. ഫൈൻഡ് ദ സ്റ്റോറി ഓഫ് ബ്രാവറി അബൌട്ട് എ ചൈൽഡ്. കുട്ടികളെ പറ്റിയുള്ള, കുട്ടികളുടെ ധൈര്യത്തെ പറ്റിയുള്ള കഥ കണ്ടെത്തുക. യു ക്യാൻ സെർച്ച് ഫ്രം ദ സ്റ്റോറി ബൈ ടോക്കിംഗ് ടു ഓൾഡർ പീപ്പിൾ. മുതിർന്ന ആൾക്കാർ സംസാരിച്ചോ, ഓർ വാച്ചിങ് എ ടി വി പ്രോഗ്രാം കണ്ടിട്ടോ, ഓർ ഫ്രം എ ഫിലിം, അല്ലെ ഫിലിമിൽ നിന്ന് കണ്ടിട്ടോ നിങ്ങൾ ഒരു സ്റ്റോറി കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ സ്റ്റോറി കണ്ടെത്തുക. റൈറ്റ് ഡൗൺ ദ സ്റ്റോറി, ആ കഥ എഴുതുക. ഓൾസോ മെൻഷൻ ഇറ്റ്സ് സോഴ്സ്, അതിൻ്റെ സോഴ്സും കാണിക്കണം. നറേറ്റ് ദ സ്റ്റോറി ടു ദ ക്ലാസ്, അത് ക്ലാസ്സിൽ അതൊന്ന് പറയണം. വിച്ച് സ്റ്റോറി ഡിഡ് യു ലൈക്ക് ദ ബെസ്റ്റ്? റൈറ്റ് ഡൗൺ യുവർ റീസൺസ്. ഏത് കഥയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കഥ കേട്ട ശേഷം നിങ്ങൾ പറയണം. അടുത്തത്, റൈറ്റ് എ നോട്ടീസ്, ഒരു നോട്ടീസ് എഴുതുക. ദ നോട്ടീസ് ടെൽസ് ഹൂ, വെൻ, വെയർ ആൻഡ് വാട്ട്. നോട്ടീസിൽ ഇതൊക്കെ കാണണം. എന്തൊക്കെയാണ്? ആരാണ്, എപ്പോഴാണ്, എവിടെയാണ്, എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എഴുതി ചേർത്തിരിക്കണം. ദി ഗേൾസ് ആൻഡ് ദ ബോയ്സ് ഓഫ് ക്ലാസ് 5, 4ാം ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും. റോഡ് നോട്ടീസസ് ഫോർ ദ ബുള്ളറ്റിൻ ബോർഡ്, ബോർഡിൽ വയ്ക്കാനുള്ള നോട്ടീസ് എഴുതി. റീഡ് ഷീലാസ് നോട്ടീസ്, ഷീലയുടെ നോട്ടീസ് എന്ന് വായിച്ചേ. ഡിസ്കസ്
ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ, അതിനുശേഷം വരുന്ന ചോദ്യമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോട്ടീസ് ദ ഡ്രാമ കമ്മിറ്റി വിൽ മീറ്റ് ഇൻ ദ ക്ലാസ് റൂം ഓൺ മൺഡേ. തിങ്കളാഴ്ച ഡ്രാമ കമ്മിറ്റി കൂടുന്നു അറ്റ് 2 o'clock, 2 മണിക്ക്. വി വിൽ പ്ലാൻ എ പ്ലേ ഫോർ അവർ ആനുവൽ ഡേക്ക് വേണ്ടി ഒരു നാടകം ഞങ്ങൾ പ്ലാൻ ചെയ്യും. വിൽ ഈച്ച് വൺ ഓഫ് യു പ്ലീസ് ബ്രിങ് എ പ്ലേ. നിങ്ങൾ ഓരോരുത്തരും ഓരോ നാടകം എഴുതി കൊണ്ടുവരണം, അല്ലെ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഈ നോട്ടീസിൽ നേരത്തെ പറഞ്ഞ ഹൂ, വെൻ, വെയർ ആൻഡ് വാട്ട് എന്നിവയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹൂ വാസ് ടു മീറ്റ്. ഹൂ വാസ് ടു മീറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആരാ? ദി ഡ്രാമ കമ്മിറ്റി വാസ് ടു മീറ്റ്. അതാ, അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. വെൻ വെയർ ദേ ടു മീറ്റ്, എപ്പോഴാണ് എവിടെയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഡ്രാമ കമ്മിറ്റി കൂടുന്നത് എപ്പോഴാണ്? അറ്റ് 2 o'clock. എവിടെയാണ്? ഇൻ ദ ക്ലാസ് റൂം. അത് രണ്ടും പറയുന്നുണ്ട്. വേർ വേർ ദേ ടു മീറ്റ്, അവരെവിടെയാണ് കൂടേണ്ടത് എവിടെയാണെന്നാണ് പറഞ്ഞത്? ഇൻ ദ ക്ലാസ് റൂം. അതും പറയുന്നുണ്ട്. വാട്ട് വേർ ദേ ടു ഡു, അവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു ബ്രിങ് എ പ്ലേ, അല്ല അവരോരോ നാടകം കൊണ്ടുവരണം, അതാണ് പറയുന്നത്. അടുത്തത്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ് എ നോട്ടീസ് അബൌട്ട് എ ലൈബ്രറി കമ്മിറ്റി ഓർ എ ഫുട്ബോൾ മാച്ച്. ലൈബ്രറി കമ്മിറ്റിയോ ഫുട്ബോൾ മാച്ചിനെ പറ്റിയോ ഒരു നോട്ടീസ് എഴുതണം. അതിലെന്തൊക്കെ വേണം? ഹൂ എന്നുള്ളത് ആരെന്ന് പറഞ്ഞിരിക്കണം, വെൻ എപ്പോഴാണെന്ന് പറഞ്ഞിരിക്കണം, വയർ എവിടെയാണെന്ന് പറഞ്ഞിരിക്കണം, ആൻഡ് വാട്ട് എന്തിനാണെന്നും പറഞ്ഞിരിക്കണം. കേട്ടോ? ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.